പ്രത്യേകിച്ച് മത്സ്യം വിൽക്കുന്ന സഹോദരങ്ങൾ ഇവരെല്ലാം ഒരു മതമൈത്രിയോടുകൂടി സഹകരിച്ച് പോലീസിനൊപ്പം നിന്ന് വളരെ നല്ല രീതിയിൽ ഒരുപക്ഷെ ഇതുവരെയുള്ള ഈ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ വന്ന ഒരു വാവുബലി വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഉയരങ്ങളിലാണ് കണ്ണംകുളത്തെ ഈ ബഹുജന പിന്തുണ ഈ പിതൃതർപ്പണത്തിന് വന്നത്. വിശേഷിച്ച മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അവരാരും ചിന്തിക്കുന്നിടത്തല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പോലീസ് മേധാവി ഉൾപ്പെടെ നേരിട്ട് വരിക എന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല. അതൊക്കെ സംഭവിച്ചതാണ്. അവരൊക്കെ വന്ന് വിലയിരുത്തി. പക്ഷെ അവർക്കും റിസൾട്ട് അറിയില്ലായിരുന്നു. റിസൾട്ട് ഇപ്പോൾ മനസ്സിലായി. നമസ്കാരം. കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ പിതൃതർപ്പണം നടത്തി പിതൃക്കളുടെ പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനംകുളത്തപ്പൻ്റെ മുന്നിൽ അഭൂതമായ വൻ തിരക്ക്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ബലിതർപ്പണ കൗണ്ടറുകൾ ഇവിടെ സജീവമാണ്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഹെൽത്തായിരുന്നാലും പോലീസ് സേനയായിരുന്നാലും മറ്റ് റവന്യൂ വകുപ്പായിരുന്നാലും കഠിനംകുളം പഞ്ചായത്ത് ഒക്കെ തന്നെ ചേർന്ന വളരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ ബലിതർപ്പണം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം. കാലങ്ങളെ അപേക്ഷിച്ച് കഠിനംകുളത്തപ്പൻ്റെ മുന്നിൽ നടക്കുന്ന ഈ ബലിതർപ്പണം ഈ വർഷം ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഇതിന് പ്രചാരണവും അതോടൊപ്പം തന്നെ അതോടനുബന്ധിച്ച വളരെ വലിയ ജനക്കൂട്ടവും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്.
ഇപ്രാവശ്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ദേവസ്വം ആദ്യമായിട്ട് നടത്തുന്ന ഒരു കർക്കിടക വാവ് ബലി എന്ന നിലയിൽ വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ഭരണസമിതിയും അതോടൊപ്പം തന്നെ സ്ഥലം MLA പ്രത്യേകിച്ച് ഈ നാട്ടുകാർ ആറാട്ടുമുക്കിലുള്ള നമ്മുടെ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മത്സ്യം വിൽക്കുന്ന സഹോദരങ്ങൾ ഇവരെല്ലാം ഒരു മതമൈത്രിയോടുകൂടി സഹകരിച്ച് പോലീസിനൊപ്പം നിന്ന് വളരെ നല്ല രീതിയിൽ ഒരുപക്ഷെ ഇതുവരെയുള്ള ഈ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ വന്ന ഒരു വാവുബലി വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. അതിൻ്റെ യാത്രാ സൗകര്യങ്ങളായാൽ പോലും അതുപോലെ ജനങ്ങൾക്കുള്ള കടവിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളായാൽ പോലും മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അതിൽ പ്രത്യേകം നന്ദി പറയേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി, അതുപോലെ സ്ഥലം MLA, അതുപോലെ നമ്മുടെ സബ് ഡിവിഷൻ്റെ DYSP, അതുപോലെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി, ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മതിയായൊരു ഫോഴ്സിനെ ലഭിച്ചു. അപ്പോൾ ഇക്കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്ത ഈ ക്ഷേത്ര ഭരണ സമിതിയോടും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരോടും പ്രത്യേകിച്ച് മതമൈത്രിയോടുകൂടി ഈ കാര്യത്തേക്ക് സഹകരിച്ച നമ്മുടെ പ്രദേശവാസികളോടും പ്രത്യേകം കഠിനംകുളം പോലീസിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമാർഗമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബലിതർപ്പണത്തിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരേ സമയം ഏകദേശം 400ഓളം പേർക്ക് ഒരുമിച്ച് തന്നെ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമല്ല, മറ്റ് തന്ത്രിമാർ സാധാരണ ഈ കഠിനംകുളത്ത് നടക്കുന്നത് പോലെ തന്നെ സാധാരണ മറ്റ് തന്ത്രിമാരും ഇവിടെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് തിലകവനം കൂടി നമുക്ക് ഈ കടൽത്തീരത്ത് തന്നെ നടത്താൻ കഴിയും. അതിനുള്ള കൗണ്ടറുണ്ട്. ഇവിടുന്ന് റെസിപ്റ്റ് സ്വീകരിച്ച് തിലകവനം ആ കൗണ്ടറിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊപ്പം ഇപ്പോൾ ചേരുന്നത് ക്ഷേത്ര ഉപദേശക കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ശ്രീ വിജയൻ സാറാണ്. സാർ, എങ്ങനെയായിരുന്നു? അല്ല, ഇതൊരു പരീക്ഷണമായിരുന്നു, ശരിക്കും ഒരു പരീക്ഷണമാണ്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ ഞങ്ങളുടെ കമ്മിറ്റിയിൽ തന്നെ ഭൂരിപക്ഷം പേർക്കും ഒരു വിശ്വാസമില്ലായിരുന്നു ഇതിങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. അപ്പോൾ കുറേ അധികം പോരായ്മ വന്നിട്ടുണ്ട് നടത്തിപ്പിൽ. അത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ സംഘാടകരുടെ ഭാഗത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് നടത്തിയതാണ്. കാരണം ഈ നാട്ടിൽ ആരും കാണാത്ത രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, 1-2 ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ അതിൽ പുറകോട്ട് പോയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വളരെ സജീവമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചു. അതിൻ്റേതായ ഒരു 60% കൂടുതൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഈ ന്യൂനതകളൊക്കെ ഇന്ന് ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട് ബോധ്യം വന്നു. അത് പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പക്ഷേ ഒരുപക്ഷെ ഇതിനെക്കാട്ടിലും തിരക്ക് കൂടും. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ സജ്ജീകരണങ്ങൾ നടത്തേണ്ടി വരും. ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോഴേ അവർ അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിൽ മാറ്റമൊന്നുമില്ല. കാരണം കമ്മീഷണർ ഇന്ന് പറഞ്ഞിട്ടാണ് പോയത്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഉയരങ്ങളിലാണ് കർണംകുളത്തെ ഈ ബഹുജന പിന്തുണ ഈ പിതൃതർപ്പണത്തിന് വന്നത്. വിശേഷിച്ച മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. നമുക്ക് പഞ്ചായത്ത് നമ്മളോടൊപ്പം സഹകരിച്ചു. ദേവസ്വം ബോർഡ് ഉള്ള ജീവനക്കാർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. പക്ഷേ അത് ബാക്കി നമുക്കൊരു കുറഞ്ഞ വീക്ക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നു. അവരാരും ചിന്തിക്കുന്നിടത്തല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പോലീസ് മേധാവി ഉൾപ്പെടെ നേരിട്ട് വരിക എന്ന് പറയുന്നത് ആരും വിശ്വസിക്കില്ല. അതൊക്കെ സംഭവിച്ചതാണ്. അവരൊക്കെ വന്ന് വിലയിരുത്തി. പക്ഷെ അവർക്കും റിസൾട്ട് അറിയില്ലായിരുന്നു. റിസൾട്ട് ഇപ്പോൾ മനസ്സിലായി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങേണ്ടിയിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നാട്ടുകാർക്ക് അതിൻ്റെ ആ വളർച്ചയുടെ മാഹാത്മ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ നാട്ടുകാർ, ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ അത് ഉൾക്കൊണ്ടില്ല. അതിൻ്റേതായ കുറവാണ് ഇതുവരെ ഇവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ കമ്മീഷണറൊക്കെ പറഞ്ഞു കേട്ടാൽ തിരുവല്ലേക്കാൾ മുമ്പേ നിൽക്കേണ്ടതാണ്.